ഒരു ചെറിയ ഗ്രാമപ്രദേശം. അവിടെ തകർന്ന മതിലും പൊട്ടിയ ജനാലച്ചില്ലുകളുമുള്ള ഒരു വീട്. അടുത്തായി പട്ടാളക്കാരുടെ ഫയർ ആം ട്രെയിനിങ് നടക്കുന്നതിനാൽ നാട്ടുകാരും പുറത്തിറങ്ങരുതെന്ന അനൗൺസ്മെന്റ് മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മാറി ഒരു പാലത്തിന് മുകളിൽ പാർക്ക് ചെയ്ത ഒരു വാനിൽ ഒരാളെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് തോക്കും ചൂണ്ടിയിരിക്കുകയായിരുന്നു. അയാൾ കാഞ്ചി വലിച്ചു. ആ ബുള്ളറ്റ് വീടിനകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കൺമുന്നിലൂടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു കുടുംബചിത്രത്തിൽ പോയി പതിക്കുന്നു. ആ പെൺകുട്ടി പേടിച്ച് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കുന്നു. അവളാണ് ഈ കഥയിലെ നായിക, ജിയാൻ. അവളുടെ കണ്ണുകൾ നേരെ പോയത് തറയിൽ കിടക്കുന്ന തോക്കിലേക്കായിരുന്നു. ആ വീട്ടിൽ അവളെ കൂടാതെ ഒരു സ്ത്രീയും ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. ആ ചെറുക്കനാകട്ടെ ബോധവുമില്ലായിരുന്നു. ആ തോക്കെടുക്കാനായി അവൾ മുന്നോട്ടാഞ്ഞതും ഒരു ബുള്ളറ്റ് ആ തോക്കിനെ തെറിപ്പിച്ചതും ഒരേ സമയമായിരുന്നു. ഭയം കാരണം അവളുടെ ശരീരം ആകെ വിറയ്ക്കുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നു. തന്റെ ചെറിയച്ഛനായ ജിൻമാനോടൊപ്പമുള്ള ഒരു ഓർമ്മ അവളിലേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു ആക്ഷൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്ക് എങ്ങനെ വെടികൊള്ളാതെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്ന ബുള്ളറ്റുകൾക്കിടയിലൂടെ പോകാൻ പറ്റും? ഇതൊക്കെ സിനിമയിലേ നടക്കൂ. സിനിമ മാത്രമല്ല, ജീവിതത്തിൽ നടക്കും. നീ നോക്ക്, അയാളെ ബുള്ളറ്റ് പതിക്കാൻ സാധ്യതയില്ലാത്ത ബ്ലൈൻഡ് സ്പോട്ട് പ്രയോജനപ്പെടുത്തിയാണ് ഓടുന്നത്. ഇതുപോലൊരു സിറ്റുവേഷനിൽ നീയും പെട്ടാൽ ഇതുപയോഗിച്ച് നിനക്കും രക്ഷപ്പെടാം. അതെ, ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിയാൻ കണ്ണു തുറക്കുന്നത്. ആ ബ്ലൈൻഡ് സ്പോട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവൾക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത് ആ തോക്കിന്റെ യഥാർത്ഥ പൊസിഷനായിരുന്നു. അതറിയാനായി അവൾ പൊട്ടിക്കിടന്ന ഒരു കണ്ണാടി ചില്ല് ഒരു ചൂലിൽ കെട്ടി പുറത്തേക്ക് വെക്കുന്നു. കറക്റ്റ് ആ ചില്ലിലേക്ക് തന്നെ വെടിയും കൊള്ളുന്നു. അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നു. അവളുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഓരോ തവണയും അയാൾ ആ കണ്ണാടിയിലേക്ക് വെടിവെക്കുന്നു. അങ്ങനെ തോക്കിന്റെ പൊസിഷനും ബുള്ളറ്റ് വരാൻ സാധ്യതയുള്ള വഴിയും കൃത്യമായി മനസ്സിലാക്കിയ അവൾ സകല ധൈര്യവും സംഭരിച്ച് തന്റെ നേരെ വരുന്ന ബുള്ളറ്റിനെ മറികടന്ന് ആ സോഫയിലേക്ക് എടുത്തു ചാടി അതിനെ മറിച്ചിരുന്നു. കാരണം ആ സോഫയ്ക്ക് താഴെയായിരുന്നു ആ ചെറിയ തോക്ക് ചെന്ന് വീണത്. എന്നാൽ ആ സോഫയ്ക്കടിയിൽ ഒരു വലിയ തോക്ക് തന്നെ കണ്ട് അവൾ അതിശയിച്ചു പോകുന്നു. ഇപ്രാവശ്യം ഭയം കണ്ടത് ആ തോക്കുകാരന്റെ മുഖത്തായിരുന്നു. ആ വലിയ തോക്കിൽ നിന്നുമുള്ള ബുള്ളറ്റ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ ശല്യം ചെയ്ത ആൾക്കാരെ ഇടിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ജിയാൻ. പേരൻസിനെ വിളിക്കാൻ പോലീസ് പറഞ്ഞതനുസരിച്ച് അവൾ ജിൻമാനിനെ വിളിക്കുമ്പോൾ എടുക്കുന്നത് മറ്റൊരു പോലീസുകാരനാണ്. ജിൻമാൻ മരിച്ചു എന്ന് അയാൾ പറയുന്നത് കേട്ട് സ്തബ്ധയായി അവൾ നിന്ന് പോകുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ സോളിലെ തന്റെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറവേ അവിടുത്തെ ജനാലകൾ കഴിയും ബുള്ളറ്റ് പ്രൂഫ് അലമാരയും മറ്റും വെച്ചു തന്ന ജിൻമാനിനെ അവൾ ഓർത്തു. 5ാം നിലയിൽ താമസിക്കുന്ന തനിക്ക് എന്തിനാണ് ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ആവശ്യം വരുമെന്നും വന്നാൽ എങ്ങനെ ആ അലമാര ഉപയോഗിക്കണമെന്നും അയാൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളാകട്ടെ അതത്ര സീരിയസ് ആയി എടുക്കുന്നുമില്ല. സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുന്നതിനിടെ അവൾ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി തിരികെ തരാമെന്ന് പറഞ്ഞു പറ്റിച്ച അടുത്തുള്ള ഒരു കടക്കാരനെ ആരെ പിടിച്ച് പഞ്ഞിക്കിട്ടെന്നും അതിനെ തുടർന്ന് അയാൾ കാശ് കൊടുക്കാൻ ഉണ്ടായിരുന്നവർക്കൊക്കെ കാശ് കൊടുത്തെന്നും തനിക്കും കിട്ടിയെന്നും പറയുന്നു. ഞാൻ അയാളെ പഞ്ഞിക്കിട്ടത്. ചെറിയച്ചാ, മുഖത്ത് കുറച്ച് മുറിവുണ്ടെന്ന് വെച്ച് ചെറിയച്ചൻ്റെ ഒരു ക്രിമിനൽ ലുക്കൊന്നുമില്ല. ചുമ്മാ ഓരോന്ന് പറയാതെ. അവളുടെ ID കാർഡ് നോക്കി നിന്ന അയാൾ അവൾ പറയുന്നത് കേട്ട് ചിരിക്കുന്നു. ആ കാർഡിന്റെ ഫോട്ടോ എടുത്ത അയാൾ അവളോട് അവളുടെ അഡ്മിഷൻ നമ്പർ ഓർത്തു വെക്കാൻ പറയും. 22019074. മറന്നു പോവാതെ ഓർത്തു വെക്കണം. 22019074. 22019074. അവസാനമായി കുറച്ച് നമ്പർ മാത്രം പറഞ്ഞിട്ട് പോയല്ലേ. ഓർമ്മകളിൽ നിന്നും അവൾ ഉണരുന്നു. മോർച്ചറിക്ക് മുന്നിൽ അവളെ ഇറക്കി വിട്ട ടാക്സി ഡ്രൈവർ ജിൻമാന്റെ ഫ്രണ്ടായിരുന്നു. അവൾക്ക് തന്റെ കാർഡ് നൽകിയ അയാൾ എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞു പോകുന്നു. മോർച്ചറിയിൽ തന്റെ ചെറിയച്ഛൻ്റെ മൃതദേഹം കണ്ട അവളെ പ്രത്യേകിച്ച് ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. ബോഡി വെരിഫൈ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അവളോട് സംശയാസ്പദമായ രീതിയിൽ ആരെയും കാണാത്തതിനാൽ ജിൻമാൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു. ശരിയായിരിക്കാം, പക്ഷെ സാധാരണ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കൈഞ്ഞരമല്ലേ മുറിക്കുക? ഇതെന്താണ് കഴുത്തിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ മുറിവിന്റെ പൊസിഷൻ നോക്കുമ്പോൾ സ്വയം ചെയ്തതാവാനാണ് സാധ്യത. ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഞാൻ സെൻഡ് ചെയ്യാം. വേണ്ട. ബോഡി തിരികെ ഫ്രീസറിൽ കയറ്റുന്നതിനിടെ മർദ ഹെൽപ്പ് എന്നുള്ള ഒരു ടാറ്റു അയാളുടെ കാലിലുള്ളത് അവൾ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. അങ്ങനെയൊന്നുള്ളതായി അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഫ്യൂണറൽ ഹാളിൽ വെക്കുന്നതിനായി ജിൻമാന്റെ ഫോട്ടോ എടുക്കാൻ വീട്ടിൽ വന്ന അവളെ ഫാമിലി ഫോട്ടോയിൽ നിന്നും അയാളുടെ മാത്രം ഫോട്ടോ വേർതിരിച്ചെടുക്കാൻ ഒരു പയ്യൻ സഹായിക്കുന്നു. അവന്റെ പേര് ജോങ് എന്നായിരുന്നു. അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ജിൻമാൻ ഓൺലൈനായി ഹോസ്റ്റൽ വിൽപ്പന നടത്തിയിരുന്നു. അതിന്റെ സൈറ്റുമായി ബന്ധപ്പെട്ട് ജോങ് ജിൻമാനെ സഹായിക്കാറുണ്ടായിരുന്നു, ഒരു പാർട്ട് ടൈം ജോലി പോലെ. അങ്ങനെ ഒരു ദിവസം ജിൻമാന്റെ അടുത്ത് വന്ന അവനാണ് ജിൻമാൻ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നതും പോലീസിൽ അറിയിക്കുന്നതും. തന്റെ ചെറിയച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്.
അദ്ദേഹത്തെ കണ്ടെത്തിയ ബാത്റൂം ഞാൻ കഴുകിയിടട്ടെ? അവൾ സമ്മതിക്കുന്നു. ജിൻമാന്റെ ഫ്യൂണറൽ ഹാളിൽ ആ ടാക്സി ഡ്രൈവർ ജിൻമാന്റെ പഴയ സുഹൃത്തുക്കളുമായി വരുന്നു. അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ഇരട്ട സഹോദരങ്ങൾ വരുന്നത്. ഫ്യൂണറൽ ഹാളിന് പുറത്താകട്ടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ, നീ ഇങ്ങനെ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജിൻമാൻ. സാരമില്ല, നമുക്ക് നരകത്തിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. ഹാളിനകത്താവട്ടെ ആ ടാക്സിക്കാരൻ ആ ഇരട്ടകളെ മുൻപ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ല എന്നും അവൾക്കറിയാമോ എന്നും ചോദിക്കുന്നു. അവൾക്ക് അവരെ പറ്റി യാതൊരു പിടിയുമില്ലായിരുന്നു. വീട്ടിൽ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ജോങ്ങിനാകട്ടെ കബോർഡിനുള്ളിൽ നിന്നും ഒരു ഫോൺ ലഭിക്കുന്നു. ഇതേ സമയം ജിൻമാന്റെ പഴയ കൂട്ടുകാരിൽ ഒരാൾ അയാളുടെ ഹൗസ് ബോണസ് പൊട്ടി കടം കയറിയത് കൊണ്ടാകാം ജിൻമാൻ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. ചിലർ ജിൻമാൻ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നുവെന്നും സ്പൈ ആയിരുന്നുവെന്നും വരെ പറയുന്നു. ആ ടാക്സി ഡ്രൈവർ ആകട്ടെ പണ്ട് അവരുടെ എല്ലാം അച്ഛന്മാർ ചീട്ട് കളിച്ച് പൈസ പോയി കുടുംബത്തോട് ആത്മഹത്യയുടെ വക്കിലായപ്പോൾ പണം തന്ന ജിൻമാൻ സഹായിച്ച കാര്യം പറയുന്നു. മറ്റുള്ള കൂട്ടുകാർക്ക് ഇക്കാര്യം അറിവില്ലായിരുന്നു. സത്യമാണോ നീ പറയുന്നത്? അതേടാ, ഈ ജിൻമാനാ നമ്മളെല്ലാം ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച്. എന്നിട്ട് അവൻ തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞ് ആ ടാക്സിക്കാരൻ കരയുന്നു. ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന ജിയാൻ തൻ്റെ ചെറിയച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നു. 10 വർഷം ഞാൻ ചെറിയച്ഛൻ്റെ കൂടെ ജീവിച്ചു. പക്ഷെ എനിക്ക് ചെറിയച്ഛനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ജിൻമാന്റെ ചിതാഭസ്മവുമായി സെമിത്തേരിയിലേക്ക് പോകാനുള്ള ബസ്സിലിരിക്കുമ്പോഴും നിർവികാരയായി ഇരിക്കുന്ന ജിയാനെ പറ്റിയായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അവളിരിക്കുന്നു. തിരികെ വീട്ടിലെത്തിയ ജിയാന് എല്ലായിടവും തന്റെ ചെറിയച്ഛന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ മരിക്കാൻ മാത്രം എന്ത് പ്രശ്നവും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അത്രയും നേരം അടക്കി വെച്ചിരുന്ന കരച്ചിൽ അത്രയും പൊട്ടി പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ആ ഫോൺ നൽകാൻ ജോങ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ കരയുന്നത് കണ്ട് പോകാനിറങ്ങിയ അവനോട് തന്റെ അവസ്ഥ ഇപ്പോൾ മോശമാണെന്നും ഒറ്റയ്ക്കാക്കാതെ കുറച്ചു നേരം തന്നോടൊപ്പം ഇരിക്കാനും അവൾ പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ആ ഫോൺ എടുത്തു നോക്കിയ ജിയാൻ ജോങ്ങിനോട് ജിൻമാൻ ഇങ്ങനെ ഒരു ഫോണുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നും സ്മാർട്ട് ഫോണാണ് ഉണ്ടായിരുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കെ 70 മില്യൺ, അതായത് ഏകദേശം 44 ലക്ഷം ഇന്ത്യൻ രൂപ ജിൻമാന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നതിന്റെ മെസ്സേജ് വരുന്നു. ഒപ്പം ബാലൻസ് പൈസ 116 കോടി ഇന്ത്യൻ രൂപ എന്നുള്ള മെസ്സേജും. ഓൺലൈനായി ഹോസ് വിറ്റാൽ ഇത്രയും പൈസ കിട്ടുമോ എന്ന് സംശയിച്ച ജിയാൻ ജോങ്ങിനോടൊപ്പം ഹോസ് വിൽപ്പനയുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നോക്കുന്നു. ഈ ബിസിനസ് കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ഇത്രയും കാശ് സമ്പാദിക്കാനാവില്ല. പക്ഷേ ഈ സൈറ്റ് ഒരു ഡമ്മി സൈറ്റ് ആണെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാണും എന്ന് പറഞ്ഞ് ജോങ് ഓരോന്ന് നോക്കവേ അതിന് പുറകിൽ ഒളിച്ചിരുന്ന മറ്റൊരു സൈറ്റ് വരുന്നു. മർദ് ഹെൽപ്പ് എന്നായിരുന്നു ആ സൈറ്റിന്റെ പേര്. ജിൻമാന്റെ കാലിൽ കണ്ട ടാറ്റുവും അതാണല്ലോ എന്ന് അവൾ ഓർക്കവേ ആ സൈറ്റ് ലോഡാവുന്നു. അത് ഡാർക്ക് വെബ് ആയിരുന്നു. ഇല്ലീഗലായി പലതരത്തിലുള്ള ആയുധങ്ങളായിരുന്നു ഹോസ് വിൽപ്പനയുടെ മറവിൽ ജിൻമാൻ വിറ്റിരുന്നത്. അവരത് നോക്കിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് താൻ പണം അടച്ചുവെന്നും എപ്പോഴാണ് ഡെലിവറി ചെയ്യുകയെന്നും ചോദിച്ച് ഒരു മെസ്സേജ് വരുന്നു. അതിന് മറുപടിയായി അവൾ ഷോപ്പ് അടച്ചുവെന്നും അക്കൗണ്ട് നമ്പർ തന്നാൽ ആ പണം തിരികെ നൽകാമെന്നും പറയുന്നു. ഓഹോ, അപ്പൊ ജിൻമാൻ മരിച്ചല്ലേ, ഇനി നീയും മരിക്കുകയും ചെയ്യാൻ. അവർ രണ്ടും ഞെട്ടുന്നു. ജോങ് സൈറ്റ് ക്ലോസ് ചെയ്യുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. അതൊരു സ്ത്രീയായിരുന്നു. ചെറിയച്ഛൻ വീട്ടിലില്ല, പിന്നീട് വരോ. ഓ, ജിയാനാണോ? ജിൻമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് മീന, ഞാൻ ജിൻമാന്റെ ചൈനീസ് ലാംഗ്വേജ് ടീച്ചറാണ്. ഇന്ന് ക്ലാസ് ഉണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ തോക്കുണ്ടായിരുന്നു. ഇതേ സമയം ജിയാന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. മറ്റാരും നിന്നെ കൊല്ലാൻ അനുവദിക്കരുത്, ഞാൻ വരും നിന്നെ കൊല്ലാൻ. ഗേറ്റ് തുറന്നു വന്ന ആ സ്ത്രീയാകട്ടെ വാതിലിൽ മുട്ടി വിളിക്കുന്നു. ജിൻമാൻ ഇവിടെയില്ലെങ്കിൽ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്യാം. എന്തു ചെയ്യണമെന്നറിയാതെ ജിയാൻ നിൽക്കുന്നു. ഇതേ സമയം 4 ഡ്രോണുകൾ ആ വീട് ലക്ഷ്യമാക്കി പറന്നടിക്കുകയായിരുന്നു.